Agro Solution ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് ആണ്. അപ്പോൾ എന്തായാലും ആദ്യം വലിച്ചു നീട്ടി ദീർഘിപ്പിക്കണമെന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ നറുനീണ്ടിയുടെ വേരാണിത്. നമ്മൾ മരുന്ന് വീഡിയോയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് 25 ഗ്രാം 100 ഗ്രാം ഉണ്ട്. ശരിക്കും നമ്മൾ 25 ഗ്രാം യൂസ് ചെയ്യുന്നുള്ള. ഇത് പൊടിച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേക കുട്ടൻസ് ഉണ്ട്. നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് അതിനുള്ള സീക്രട്ട് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ അഗ്രോ സൊല്യൂഷൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അറിഞ്ഞ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നറുനീണ്ടി സർബത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു സർബത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അടുപ്പം കത്തിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര ഒക്കെ അതൊന്ന് കരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യണം. അപ്പോൾ നമ്മൾ പഞ്ചസാര കുറച്ച് ഇടുകയാണ്. അപ്പോൾ 1 കിലോ പഞ്ചസാരയാണ് നമുക്കിങ്ങനെ ഈ കരിയിച്ചെടുത്തിട്ട് കളറാക്കേണ്ടത്. പക്ഷേ 1 കിലോ ഒറ്റയടിക്ക് നമ്മൾ 1 കിലോ ഇടാൻ പാടില്ല. എന്നാൽ ഒരു ആദ്യം കുറച്ചിട്ട് പിന്നെ കുറച്ചിട്ടാനാക്കി ഇളക്കി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ നറുനീണ്ടിയുടെ പേര് ഞാൻ പൊടിക്കാൻ പറഞ്ഞല്ലോ. ശരിക്കും നറുനീണ്ടിക്ക് ഈ മരുന്ന് പീടികയിലൊക്കെ വരണത് 90 രൂപയാണ് ശരിക്കും ഒരു 100 ഗ്രാമിന് വരണത്. അപ്പോൾ അത് മേടിച്ചിട്ട് നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മുതലാവില്ല. പലരും വീഡിയോസിൽ കാണിക്കാറ് കിഴി കെട്ടിയിട്ട് ഇടണതാണ്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, ശരിയാണ്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതായത് ഒരു 25 ഗ്രാം ഇത് നന്നായി പൊടിക്കുക. എന്നിട്ട് അതിലൊരു 8-10 ഏലക്കായ ഇടുക. ഇതും കൂടി നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുറേ നേരം വെട്ടി തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ എസൻസ് ഒക്കെ നന്നായിട്ട് ഇതിൽ സെറ്റായിട്ട് വരിക. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം കേട്ടോ. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര ഇങ്ങനെ കുറച്ചിട്ട് 1 കിലോ നമ്മൾ ഇളക്കി എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ കണ്ട കളറ് സെറ്റായി വരുന്നുണ്ട്. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിങ്ങനെ കരിയാൻ സാധ്യതയുണ്ട്. കരിഞ്ഞ് ഇനി കച്ചിയും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സെറ്റാക്കുക. നമ്മുടേത് ഏതാണ്ടൊക്കെ കുറുക്കി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ലിറ്റർ വെള്ളമാണ് കുറുക്കി ഒഴിക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ പുകയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് വെള്ളം ഒഴിച്ചപ്പോൾ അടിയിലൊരു കട്ടിയിലിങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പോൾ അതിനെ ഇളക്കി കൊടുത്ത് അങ്ങനെ നിന്നാൽ മതിട്ടാ. നമ്മൾ ബാക്കി വരുന്ന പഞ്ചസാര കുറച്ചായിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി ഏതാണ്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ നറുനീണ്ടിയുടെ ഈ സർബത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഈ തിളപ്പിച്ച് കാണാനാണ് നമ്മൾ അരിച്ചിട്ട് വെച്ചോ. അതുപോലെ തന്നെ നമുക്ക് വേണം ചെയ്യുന്നതിൽ ഒരു കോഴിമുട്ടയുടെ വെള്ള മാത്രം വേണമെങ്കിൽ പൊട്ടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അതായത് ഒന്ന് ക്ലിയർ ആവാനും പഞ്ചസാരയുടെ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഇതാക്കാനും അത് നന്നായിരിക്കും. ഞാനത് ചെയ്യണില്ല, ചെയ്യാറില്ല. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ സാധാരണ എല്ലാം കഴിഞ്ഞാൽ അവസാനം തുണിയിലൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. നമ്മുടെ ഏതാണ്ടൊക്കെ ഒന്ന് കുറിയൊന്ന് സെറ്റായിട്ട് വന്നു തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം.
അവർക്കൊക്കെ ക്യാമറയുടെ മുമ്പിൽ പറയാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് തന്നെ കുടിക്കുക. ഇത് നമ്മുടെ സ്പെഷ്യൽ സർബത്തിൽ പാൽ സർബത്ത്, കുലുക്കി സർബത്ത്, സാദാ സർബത്ത്, നാരങ്ങ സർബത്ത്, ഇഞ്ചി സർബത്ത്, കുറേ സർബത്തുകളല്ലേ. ഒരു വെറൈറ്റിക്ക് അവർക്ക് ഞാൻ നാരങ്ങ സർബത്ത് ഉണ്ടായിട്ട് ഞാൻ നൈസായിട്ട് പാൽ സർബത്ത് പഠിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. നൈസ് സാധനമാണ്. എന്താ പറയുക, ഒന്ന് പറയാൻ രക്ഷയില്ല. കാണില്ലേ, ഞാൻ തന്നെ കുടിച്ച് തീർക്കത്. അടിപൊളി. നമ്മളിപ്പോൾ നന്നാരിയുടെ സർബത്തിൻ്റെ ലിക്വിഡാണ് ഇപ്പോൾ 3 ബോട്ടിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്താക്കുന്നത് 3 ലിറ്റർ വെള്ളം, 3 കിലോ പഞ്ചസാര, 25 ഗ്രാമാണ് നറുനീണ്ടിയുടെ സർബത്ത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വേര് യൂസ് ചെയ്താക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കറക്റ്റ് 3 ലിറ്റർ തന്നെ കിട്ടി. പിന്നെ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. മറ്റൊരു സൊല്യൂഷനുമായിട്ട്, നല്ലൊരു ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.